ഡിജി ലൈഫ് ഓൺലൈൻ സർവീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കും അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ട്രെയിൻ ടിക്കറ്റിന് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാ സ്റ്റെപ്പുകളും കൃത്യമായി തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ട്രെയിൻ ടിക്കറ്റ് IRCTC എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഈസിയായി ബുക്ക് ചെയ്യുവാൻ സാധിക്കും. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങൾ ഒക്കെ കമൻറ്റുകളായി ചോദിക്കാവുന്നതാണ്, അതുകൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൂഗിളിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ IRCTC എന്ന ലിങ്ക് കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. IRCTCയുടെ സൈറ്റിൽ കയറിയാണ് നമ്മൾ ടിക്കറ്റ് ഇപ്പോൾ ബുക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ബുക്ക് ടിക്കറ്റ് എന്നതിന് താഴെയായിട്ട് ഫ്രം ടു, അതേപോലെ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ്, പിന്നെ ഏത് ക്ലാസ്സാണോ വേണ്ടത് അത്, പിന്നെ നമ്മുടെ സീനിയർ സിറ്റിസൺ, അതേപോലെ ലേഡീസുകാർക്കൊക്കെ പ്രത്യേകം സീറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻ വേണമെന്നുള്ളവർ അതുകൂടി സെലക്ട് ചെയ്ത് നൽകണം. ഇതെല്ലാം ഓപ്ഷൻസ് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏതാണോ വേണ്ടത് ആ രീതിയിൽ സെലക്ട് ചെയ്ത് നൽകിയ ശേഷം താഴെ സെർച്ച് എന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ദിവസം അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രെയിനുകളുടെ എല്ലാം ലിസ്റ്റുകൾ ലഭിക്കുന്നതായിരിക്കും. ഈ ലിസ്റ്റിൽ നിന്നും നമ്മൾ പോകുവാൻ ഉദ്ദേശിക്കുന്ന ടൈം ഏതാണോ അതിനനുസരിച്ച് നമ്മുടെ ആവശ്യാനുസരണമുള്ള ട്രെയിൻ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഏത് ടൈമിനാണോ പോകേണ്ടത് അതിനനുസരിച്ച് ഉള്ള ട്രെയിൻ ഏതാണെന്ന് നോക്കാം. ഇവിടെ വെയിറ്റ് ലിസ്റ്റാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് ലിസ്റ്റിൽ ഉള്ള ടിക്കറ്റുകൾ എടുക്കാതിരിക്കുക. ഒരു 5 ഒക്കെ താഴെയാണെങ്കിൽ മാത്രം എടുക്കുന്നതായിരിക്കും ഉചിതം. എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് ക്യാൻസൽ ആകുവാനുള്ള ചാൻസുകളുണ്ട്. വെയിറ്റ് ലിസ്റ്റ്, വലിയ വെയിറ്റ് ലിസ്റ്റിലുള്ളതൊക്കെ എടുത്ത്, അതിനാൽ അവൈലബിൾ ആയിട്ടുള്ള ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നും ചൂസ് ചെയ്താൽ മതിയാകും. ഈ ട്രെയിനിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പോകുവാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് ഏതാണോ അതിന് ഒരാഴ്ച മുന്നേ ഒക്കെ ടിക്കറ്റ് എടുക്കുവാൻ നോക്കിയാൽ നമുക്ക് സീറ്റ് കൺഫേം ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ഇതുപോലെയൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിനുള്ള ട്രെയിൻ ടിക്കറ്റുകൾ ഒക്കെ ആയിരിക്കും ലഭിക്കുക. അപ്പോൾ അത് ഒന്ന് നോക്കുക. പെട്ടെന്നുള്ള യാത്രയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച മുന്നെയൊക്കെ ടിക്കറ്റ് മുൻകൂട്ടി എടുത്ത് വയ്ക്കുക എന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സീറ്റും അതുപോലെ തന്നെ സമയത്തിനനുസരിച്ചുള്ള ടിക്കറ്റുമൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം മാറ്റി ഒരാഴ്ച കഴിഞ്ഞുള്ള ഡേറ്റ് അടിച്ച് കൊടുത്തപ്പോഴാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടിക്കറ്റുകളൊക്കെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എപ്പോഴും ട്രെയിൻ ടിക്കറ്റുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തുള്ള ട്രെയിനിന് പോകുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരുവിധം എല്ലാ ട്രെയിനുകളിലും തന്നെ ടിക്കറ്റുകൾ അവൈലബിൾ ആണെന്ന് കാണാം. അതേപോലെ ഏത് ടൈപ്പ് ക്ലാസ് ആണോ വേണ്ടത് അതും ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് പലത്തുവാനുള്ള ഓപ്ഷനുണ്ട്. ഈ മറ്റൊരു കാര്യം, നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് ആ മുകളിൽ കിടക്കുന്ന ടൈമാണ് 13:22 എന്നുള്ളത്. ഇവിടെ ടൈം റെയിൽവേ ടൈമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ടൈം മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ 13:22 എന്ന് പറയുമ്പോൾ 12 മണി കഴിഞ്ഞ് പിന്നെ 13 എന്ന് പറയുമ്പോൾ 1:22 വരുന്നത്. അതിന് താഴെ 20:47 എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. 20 എന്ന് പറയുമ്പോൾ 12 മണി കഴിഞ്ഞ് എത്ര കൂട്ടിയാൽ 20 കിട്ടും എന്നുള്ളതാണ്. 12 + 8 20, അതായത് 8:47 ആ ടൈം ഉദ്ദേശിക്കുന്നത്. അപ്പം റെയിൽവേ ടൈം കൂടി നമ്മൾ ശ്രദ്ധിച്ച് വേണം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ആയിട്ട്. അപ്പം ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഒരു IRCTCയുടെ സൈറ്റിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്. ടൈം മാറിപ്പോകാതിരിക്കുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടിക്കറ്റ് ഒരാഴ്ചയ്ക്ക് മുന്നേ എടുക്കുക. ഇത് രണ്ടും ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രെയിനിൽ തന്നെ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുവാനായിട്ട്
സാധിക്കും. ഇങ്ങനെ വളരെ സിമ്പിളായ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് മാത്രമാണ് ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്. ഇവിടെ നമ്മൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. എനിക്കിവിടെ ഓൾറെഡി ലോഗിൻ അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അക്കൗണ്ട് നെയിമും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇല്ലാത്തവർ അതിന് താഴെ തന്നെ രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷനും കാണാം. അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുന്നത്. അതെല്ലാം ഒന്ന് വായിച്ചു നോക്കി നമ്മളൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് വിടുക. അത്രയുള്ളൂ. പേഴ്സണൽ ഡീറ്റെയിൽസ്, ബേസിക് ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ അഡ്രസ്സ്, ഇത്രയൊക്കെയുള്ള ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് ചോദിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കി ഇത് ഫില്ല് ചെയ്യുക. അതിനുശേഷം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ക്യാപ്ച ഒന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് മൊബൈൽ നമ്പർ കൊടുക്കണം. അതിലേക്ക് ഒരു OTP വന്നു കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ആകും. പിന്നീട് നമ്മൾ IRCTCയുടെ സൈറ്റിൽ കയറി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ആ യൂസർ ഐഡിയും ഒരു പാസ്വേഡും ഉണ്ടാവും. നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കുവാനായിട്ട് എളുപ്പത്തിൽ ലോഗിൻ ചെയ്ത് എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ എൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും കൊണ്ട് ക്യാപ്ച നൽകിയിരിക്കുന്നത് അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് നൽകുകയാണ്. ശേഷം ആ ബോക്സിലൊന്ന് ടിക്ക് ചെയ്യുക. ഇവിടെ കൺഫർമേഷനാണ് ചോദിക്കുന്നത്. ക്ലോസിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ സൈനിങ് ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സൈനിങ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഏതാണോ അതിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുക. ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. മുകളിൽ സ്ലീപ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു താഴെ ട്യൂസ്ഡേ സെക്കൻഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ്. അതിന് താഴെ ബുക്കിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പാസഞ്ചർ ഡീറ്റെയിൽസ് ആണ് പ്രധാനമായിട്ടും നൽകേണ്ടത്. താഴെ പാസഞ്ചർ ഡീറ്റെയിൽസ് കാണാം. അവിടെ പേര്, അതേപോലെ ഏജ്, ജെൻഡർ ഒക്കെ കൃത്യമായിട്ട് നൽകുക. ആധാർ കാർഡിനുള്ളതുപോലെ. കാരണം ആധാർ കാർഡ് നമ്മൾ ഒരു ID പ്രൂഫായിട്ട് കാണിക്കേണ്ടതുണ്ട് സൈഡിൽ യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ അതിലെങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെ അതെല്ലാം സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ഇനി ഒന്നിൽ കൂടുതൽ പാസഞ്ചേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആഡ് പാസഞ്ചർ എന്ന ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ആളുകളുടെയൊക്കെ ഡീറ്റെയിൽസ് അവിടെ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് നൽകി സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പാസഞ്ചർ ഡീറ്റെയിൽസ് പിന്നെ നമ്മുടെ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്. ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. നമ്മൾ ലോഗിൻ ചെയ്ത മൊബൈൽ നമ്പർ തന്നെയാണ് പാസഞ്ചറിൻ്റെ മൊബൈൽ നമ്പർ എങ്കിൽ മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊള്ളും. വേറെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടതെങ്കിൽ അതൊന്ന് ബാക്ക് സ്പേസ് അടിച്ച ശേഷം വേണ്ട മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകിയാൽ മതിയാവും. വേറെ എന്തെങ്കിലും പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം പേയ്മെൻറ്റിൻ്റെ ഭാഗത്തേക്കാണ് കിടക്കുന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നെറ്റ് ബാങ്കിങ് ഒക്കെ ഉണ്ട്. QR കോഡുണ്ട്. അതേപോലെ UPI ID അയക്കാറുണ്ട്. ഞാനിവിടെ UPI വെച്ചാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും കണ്ടിന്യൂ ബട്ടണിലാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ ട്രെയിൻ ഡീറ്റെയിൽസും പാസഞ്ചർ ഡീറ്റെയിൽസും ഒക്കെ എല്ലാം ഉണ്ട്. ഇനി ബുക്ക് ചെയ്തതിന് ഒരു OTP നമ്മുടെ രജിസ്റ്റർ ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്നതായിരിക്കും. ആ OTP ആ കാണുന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് നൽകിയ ശേഷം വീണ്ടും കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ. ഇനി പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്ന ഭാഗത്ത് നിന്നും നമുക്ക് UPI വഴിയായതിനാൽ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ നിന്നും UPI എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു പേ ആൻഡ് ബുക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് UPI ID അടിച്ചു കൊടുത്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ടിക്കറ്റിന് എത്രയാണോ പേയ്മെൻറ്റ് വരുന്നത് ആ പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ വരുന്നതും അത് പേ ചെയ്ത് നൽകിയാൽ നമുക്ക് ഒരു ടിക്കറ്റ് നമ്മുടെ മെയിൽ ID അവർ അയച്ചു തരുന്നതുമായിരിക്കും. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്താൽ മതിയാകും. യാത്ര ചെയ്യുന്ന സമയത്ത് അത് കാണിച്ചു കൊടുക്കുക.
ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ ആയിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പുകളെന്ന് പറയുന്നത്. ഇതിവിടെ ഇപ്പോൾ കാണിക്കുന്നത് ആസ്ക് ദിശ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് തൽക്കാൽ ടിക്കറ്റ് വേണമെങ്കിൽ ഈ ഓപ്ഷൻ വഴി നമുക്ക് എടുക്കാവുന്നതാണ്. അത് രാവിലെ ഒരു 10 മണി മുതൽ 12 മണി വരെയാണ് സൈറ്റിലുള്ളത്. ആ സമയത്ത് ആസ്ക് ദിശ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്ത ടിക്കറ്റുകളുണ്ടായിരിക്കും. ആ ടിക്കറ്റ് എടുക്കുവാനുള്ള ഒരു അവൈലബിലിറ്റിയാണ് ഈ ഒരു സൈറ്റിലൂടെ ലഭിക്കുന്നത്. അവിടെ ഫ്രം ട്യൂബ് അതേപോലെ ആ ഡേറ്റും ഒക്കെ പിറ്റേ ദിവസത്തേനുള്ളതാണ്. നാളത്തേനുള്ള ടിക്കറ്റാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇത് ആ രീതിയിൽ വേണം ഇവിടെ സെലക്ട് ചെയ്യുവാനായിട്ട്. അപ്പം ഈ രീതിയിൽ IRCTCയുടെ മറ്റൊരു യൂസാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തൽക്കാൽ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിലാണ് കയറി ചൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ തൽക്കാലിലും വെയിറ്റ് ലിസ്റ്റാണ് കാണിക്കുന്നത്. IRCTCയിൽ കയറി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഉള്ള രീതിയാണ് കാണിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.